ഈ ലോകത്തിൻ്റെ ടോട്ടൽ പോപ്പുലേഷനിൽ വെറും 1% മാത്രമാണ് റിച്ച് അല്ലെങ്കിൽ സൂപ്പർ റിച്ച് കാറ്റഗറി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കാര്യം ഡിഫറെൻ്റ് അല്ല. ഈ ഗ്രാഫിലുള്ളതുപോലെ സൂപ്പർ റിച്ച് ആയിട്ടുള്ളവർ 1%മാണുള്ളത്. നാഷണൽ വെൽത്തിൻ്റെ 51.5% അവരുടെ കയ്യിലാണ്. സോ റിച്ച് കാറ്റഗറി ഫുള്ളായിട്ട് നോക്കുകയാണെങ്കിൽ 10% ഉണ്ടാവും. അവരുടെ വെൽത്ത് എന്ന് പറഞ്ഞാൽ 77.4% ആണ് നാഷണൽ വെൽത്തിൻ്റെ. പിന്നെ ഒരു 30% മിഡിൽ ക്ലാസ് ഉണ്ട് ഗ്രാഫിൽ കാണുന്ന പോലെ. അപ്പോഴും പുവറസ്റ്റ് ആയിട്ടുള്ളവർ 60%. അതായത് മെജോറിറ്റിയും പുവർ കാറ്റഗറിയിൽ പെടുന്നവരാണ്. അവർക്ക് ഉള്ള ടോട്ടൽ നാഷണൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ 4.7% ആണ്. ദിസ് ഇസ് ജസ്റ്റ് എ റഫ് ഐഡിയ. ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് റിച്ച് ആയിട്ടുള്ളവർ വീണ്ടും വീണ്ടും റിച്ച് ആവുന്നത്, പുവറായവർ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതെന്നും? ഷോർട്സിൽ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും റിച്ച് ആയിട്ടുള്ളവരെയും പുവറായിട്ടുള്ളവരെയും കാണാം, ഹാപ്പിയും സാഡ് ആയിട്ടുള്ളവരെയും കാണാം, ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തവരെയും ഹൈലി കോൺഫിഡൻ്റ് ആയിട്ടുള്ളവരെയും കാണാം. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഗ്യാപ്പ് മനുഷ്യർക്കിടയിൽ? ഒരു തരത്തിൽ ചിന്തിച്ചാൽ മനുഷ്യർക്കൊക്കെ ഒത്തിരി ടാലൻ്റ് ഉണ്ട്, സ്കിൽസ് ഉണ്ട്. എന്നിട്ടും ചിലർ എന്തുകൊണ്ടാണ് ഒന്നുമാവാത്തത്? നമുക്ക് നോക്കാം ഡോക്ടർ ജോസഫ് മുർഫി എന്ന അയർലൻഡുകാരൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയിലേക്ക്, ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. ഇതൊരു സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. ഒരുവൻ തന്നെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകം. എന്നെക്കൊണ്ട് പറ്റില്ല, അത് ചെയ്യാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എക്സാമിന് ഉറപ്പായിട്ടും പൊട്ടും, ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുമെന്ന് തോന്നുന്നില്ല, എങ്ങനെയൊക്കെ പറയാറുണ്ടോ നിങ്ങൾ? എങ്കിൽ ഉറപ്പായും മുന്നോട്ട് കേൾക്കണം. ഈ നെഗറ്റീവ് ചിന്തകൾ ഏറെക്കുറെ സത്യമാവാറുണ്ടല്ലേ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതൊക്കെ പറയാം. നമ്മുടെ മൈൻഡിനെ രണ്ടായി തിരിക്കാം. ഉണർന്നിരിക്കുന്ന അല്ലെങ്കിൽ അവേക്കൻ അഥവാ കോൺഷ്യസ് അല്ലെങ്കിൽ ബോധ മനസ്സ് എന്ന് വിളിക്കുന്ന മൈൻഡുണ്ട്. രണ്ടാമതെ സ്ലീപ്പിംഗ് അഥവാ സബ് കോൺഷ്യസ്, ഉപബോധ മനസ്സെന്നും വിളിക്കും. ഇതിനെ ഇൻവോളണ്ടറി മൈൻഡ് എന്നും പേരുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒരു ഗാർഡൻ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടമാണെന്ന് ചിന്തിക്കുക. നിങ്ങളാണ് അതിൻ്റെ തോട്ടക്കാരൻ അഥവാ ഗാർഡനർ. നിങ്ങൾ ഗാർഡനിൽ വിത്തുകൾ നടുന്നത് പോലെ നിങ്ങളുടെ മനസ്സിൽ ചിന്തകളുടെ വിത്തുകൾ പാകി അവയെ നട്ട് നനയ്ക്കുകയാണ്. എപ്പോഴും അത് തന്നെ ചിന്തിക്കുമ്പോൾ അത് നന്നായി മനസ്സിലുറയ്ക്കും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ശരീരത്തിലും ചുറ്റുപാടും സംഭവിക്കുന്നു. അത് നല്ലതായാലും മോശമായാലും നല്ല ചിന്തയെ ബോധപൂർവം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. എന്തെന്നാൽ എല്ലാ പവറും ഉണ്ടെന്ന് പറയപ്പെടുന്ന ഉപബോധ മനസ്സിന് നമ്മുടെ ബോധ മനസ്സ് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ അത് നമുക്ക് ഫേവറബിൾ ആണോ അല്ലയോ, അതായത് ആ ഒരു ചിന്ത സംഭവിച്ചാൽ നമുക്ക് നല്ലതായിരിക്കുമോ അതോ മോശമായിരിക്കുമോ എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വേർതിരിക്കില്ല എന്നർത്ഥം. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ തീവ്രമായി വിശ്വസിക്കുന്നുവോ അത് നടക്കും എന്ന് മനസ്സിലാക്കുക. കുറച്ചുകൂടി സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. കോൺഷ്യസ് മൈൻഡിനെ ഷിപ്പിൻ്റെ ക്യാപ്റ്റനാണെന്ന് സങ്കല്പിക്കുക. സബ് കോൺഷ്യസ് മൈൻഡിനെ ഷിപ്പിലെ എൻജിൻ റൂമിലെ ജോലിക്കാർ അഥവാ ക്രൂ മെമ്പേഴ്സ് ആണെന്ന് സങ്കല്പിക്കുക. ക്യാപ്റ്റൻ ചുറ്റും നിരീക്ഷിച്ച് എന്ത് കമാൻഡ് പറഞ്ഞാലും തിരിച്ച് ഒന്നും ചോദിക്കാതെ അത് പാലിക്കുക മാത്രമാണ് എൻജിൻ റൂമിലെ ജോലിക്കാർ ചെയ്യുക. ശരിയായ നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ കപ്പൽ ലക്ഷ്യം കാണും. ക്യാപ്റ്റന് തെറ്റുപറ്റാം, തെറ്റായ നിർദ്ദേശങ്ങൾ കൊടുക്കാം. ആ നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുമ്പോൾ പാറക്കെട്ടിലോ ഐസ്ബർഗിലോ ഇടിച്ച് കപ്പൽ തകരാം. ഇതുപോലെ തന്നെയാണ് മനുഷ്യരും ഫങ്ഷൻ ചെയ്യുന്നത്. ഇവിടെ ബോധമനസ്സ് ക്യാപ്റ്റൻ്റെ റോളിലാണ്, സബ് കോൺഷ്യസ് ക്രൂ മെമ്പേഴ്സ് അഥവാ ജോലിക്കാരുടെ റോളിലാണ്. എന്ത് കമാൻഡ് കിട്ടിയാലും അനുസരിക്കും. അതായത് നിങ്ങൾ ബോധപൂർവം ചിന്തിക്കുന്നത് ആ ചിന്തയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങും. ഉപബോധ മനസ്സ് അത് നടത്തിത്തരും. നിങ്ങൾ ശരിയായി ചിന്തിച്ചാലും തെറ്റായി ചിന്തിച്ചാലും. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടില്ലടാ, അങ്ങനെ പറയല്ലേ, അതൊരു നെഗറ്റീവ് തോട്ടാണ്. ഇൻ്റർവ്യൂ ഞാൻ എന്തായാലും ക്ലിയർ ചെയ്യും, ഇങ്ങനെ പറഞ്ഞാൽ മതി. കോൺഫിഡൻ്റ് ആയിട്ട് വിശ്വസിച്ച് പറയണമെന്ന് മാത്രം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും എപ്പോഴും പറയുന്ന കാര്യം ഇപ്പോൾ നിങ്ങളോടും പറയുന്നു. സംസാരത്തിൽ ഈ ഒരു ചെറിയ ചേഞ്ച് ഒന്ന് വരുത്തി നോക്കൂ. വലിയ ചേഞ്ചസ് വരുന്നത് നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ട്രഷർ ഹൗസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു തരാൻ കെൽപ്പുള്ള ട്രഷർ ഹൗസ്. നിങ്ങൾക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ ഒരു 6 മണിക്ക് എഴുന്നേൽക്കണമെന്ന് വിചാരിക്കുക. നിങ്ങൾ ഉറങ്ങി വരുന്ന സമയത്ത് മനസ്സിൽ വിചാരിക്കുക, നാളെ രാവിലെ 6 മണിക്ക് എനിക്ക് എഴുന്നേൽക്കണം. നിങ്ങൾ അലാം പോലും വെക്കേണ്ട ആവശ്യമില്ല.
രാവിലെ കൃത്യമായിട്ട് എഴുന്നേൽക്കും. ഇത് എനിക്കും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളുടെ ഓരോ അവസ്ഥയും അല്ലെങ്കിൽ സിറ്റുവേഷനും നിങ്ങളുടെ തോട്ട്സിൻ്റെ റിസൾട്ടാണെന്ന് മനസ്സിലാക്കുക. സോ ചേഞ്ച് യുവർ തോട്ട്സ് ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ഡെസ്റ്റിനി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള കുറച്ച് പോർഷൻസിൻ്റെ ബ്രീഫായിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇതൊരു ബ്യൂട്ടിഫുൾ ബുക്കാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു തവണ വായിച്ച് മാറ്റി വെക്കേണ്ട ഒരു ബുക്കല്ല, നിങ്ങളോട് എപ്പോഴും ചേർത്ത് വെക്കേണ്ട ഒരു ബുക്കാണ്. ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കളക്ഷനാണിത്. ഇതിൻ്റെ വേറെ പാർട്ടുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല ബുക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും വായിച്ചു നോക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാനിത് ബ്രീഫ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞു തരിക. ആ രീതിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ശരിയായില്ല എന്ന് തോന്നുമെങ്കിൽ അത് പറയണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും പറയണം. സബ് കോൺഷ്യസ് മൈൻഡിനെ യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയണം. ഇത് ഒരുപാട് പേര് പലതവണ വായിച്ചിട്ടുള്ള പുസ്തകമായിരിക്കാം. ഞാനും ഇടയ്ക്കിത് വായിച്ചങ്ങ് മറന്നു പോകാറുണ്ട്. അപ്പോൾ വീണ്ടും ആകെ ഡൗൺ ആകുമ്പോൾ വീണ്ടും ഈ പുസ്തകം എടുക്കും. അപ്പോൾ ലൈഫിൽ പോസിറ്റീവായിട്ട് വീണ്ടും ചേഞ്ചസ് വരുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കും എന്തുകൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മറന്നു തോന്നിയെന്ന്. അപ്പോൾ നിങ്ങൾക്കും ഇതൊരു റിമൈൻഡറായിട്ട് കണക്കാക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക.